എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 11 വിശ്വരൂപ ദർശന യോഗം. കഴിഞ്ഞ അധ്യായമായ വിഭൂതി യോഗത്തിൽ ഭഗവാന്റെ വിഭൂതികളെ വർണ്ണിക്കുന്നത് നമ്മൾ കേട്ടു. ഈ വർണ്ണനയിൽ ആ രൂപം ഒന്ന് നേരിൽ കാണാൻ കഴിയുമോ എന്ന് അർജുനൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് കൃഷ്ണൻ്റെ അടുത്ത്. തുടർന്ന് അർജുനൻ്റെ മനസ്സിലെ സ്ഥലകാല ഭാവനയെല്ലാം കൃഷ്ണൻ എടുത്തു മാറ്റിയപ്പോൾ വിശ്വത്തെ ആകമാനം സ്വന്തം ഉള്ളം കൈയിൽ എന്ന പോലെ കാണാൻ കഴിയുകയും ആ കാഴ്ചയുടെ ശക്തിയിൽ നിന്നുണ്ടായ അമ്പരപ്പ്, വിസ്മയം, ഭയം, ശക്തി, വിനയം, ഈ അവസ്ഥയിൽ കൂടെയൊക്കെ അർജുനൻ കടന്നു പോവുകയാണ്. ഈ അവസ്ഥകളെല്ലാം അർജുനനൊപ്പം നമുക്കും കാണുകയും അനുഭവിക്കുകയും ചെയ്യാം. ആദ്യ ശ്ലോകം അർജുനൻ പറയുന്നതാണ്. ശ്ലോകം 1. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസംജ്ഞിതം യത്വയോക്തം വജസ്തേന മോഹോയം വിഗതോ മമ. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, മദനുഗ്രഹായ, എന്നെ അനുഗ്രഹിക്കാനായി, പരമം ഗുഹ്യം, പരമരഹസ്യമായ, അധ്യാത്മസംജ്ഞിതം യത്, ആത്മതത്വത്തെക്കുറിച്ച്, വച ത്വയാ ഉക്തം തേന, അങ്ങ് നൽകിയ ഉപദേശം കൊണ്ട്, മമ മോഹ, എൻ്റെ ആശയക്കുഴപ്പങ്ങൾ, അയം വിഗത, ഇതാ നീങ്ങിയിരിക്കുന്നു എന്ന്. അങ്ങയ്ക്ക് എന്നോടുള്ള അനുകമ്പ കൊണ്ടും അങ്ങയുടെ അനുഗ്രഹത്താലും ആ പരമരഹസ്യമായ ആത്മതത്വത്തെക്കുറിച്ച് അങ്ങ് നൽകിയ ഉപദേശം കൊണ്ട് എൻ്റെ ആശയക്കുഴപ്പങ്ങളെല്ലാം, വ്യാമോഹങ്ങളെല്ലാം വിട്ടുമാറി എന്ന് അർജുനൻ പറയുകയാണ്. അജ്ഞാനം നീങ്ങിയതുകൊണ്ട് മാത്രം ജ്ഞാനം ഉണ്ടാവണമെന്നില്ല. ജ്ഞാനം എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ് കേട്ടോ. മിഥ്യാബോധവും കൂടെ പൂർണ്ണമായി നീങ്ങുമ്പോഴാണ് ജ്ഞാനം ഉദിക്കുള്ളൂ. ഇതാണ് അർജുനനിൽ സംഭവിച്ചത്. വ്യാമോഹം വിഗതോ മമ, എൻ്റെ ആശയക്കുഴപ്പങ്ങളെല്ലാം, വ്യാമോഹങ്ങളെല്ലാം മാറി എന്ന് പറയുകയാണ് അർജുനൻ. ആ ഭഗവൻ മുഖത്ത് നിന്ന് എന്തൊക്കെ കേട്ടു, ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതിനു മുൻപ് ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസംജ്ഞിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. ശ്ലോകം 2. ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപി ചാവ്യയം. കമലപത്രാക്ഷ ത്വത്ത, ഭഗവാനെ, അങ്ങയിൽ നിന്ന്, ഭൂതാനാം, ഭവാപ്യയൗ, ചരാചരങ്ങളുടെ ഉൽപ്പത്തിയും ലയവും, വിസ്തരശ മയാ ശ്രുതൗഹി, വിസ്തരിച്ച് ഞാൻ കേട്ടു, അവ്യയം മാഹാത്മ്യം, അങ്ങയുടെ അനന്തമായ മാഹാത്മ്യവും, അപി ച, ഞാൻ കേട്ടു എന്ന്. ഭഗവാനെ, അങ്ങയിൽ നിന്നും സർവചരാചരങ്ങളുടെയും ഉൽപ്പത്തിയും ലയവും എല്ലാം വിസ്തരിച്ച് തന്നെ ഞാൻ കേട്ടു. അതിലൂടെ അങ്ങയുടെ അനന്തമായ മാഹാത്മ്യവും മഹിമയും ഒക്കെ അറിയാനും കഴിഞ്ഞു എന്ന് അർജുനൻ തുറന്നു പറയുകയാണ്. നമ്മൾ എന്തു പഠിക്കുകയാണെങ്കിലും ഗുരുശിഷ്യ ബന്ധത്തിൽ, ഇല്ലെങ്കിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ ഒക്കെ ഇതുവരെ നമ്മൾ എന്തു മനസ്സിലാക്കി, എന്തു പഠിച്ചു, ഗുരു പറഞ്ഞു തന്നതെന്ന് നമുക്ക് എത്ര കണ്ട് മനസ്സിലായി എന്ന് ആ ഗുരുവിന് മനസ്സിലാകുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഉത്സാഹം, താല്പര്യം ഉണ്ടാവുന്നത്. അതാണ് അർജുനൻ്റെ വാക്കുകളിൽ കൂടെ പ്രതിഫലിക്കുന്നത്. ഭഗവാനെ, അങ്ങ് പറഞ്ഞത്, ഇതുവരെ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലാക്കി, എന്നാൽ എൻ്റെ ബുദ്ധിക്ക് ഇത് നേരിട്ട് കാണാത്തതുകൊണ്ട് പൂർണ്ണമായും തൃപ്തി വന്നിട്ടില്ല. അങ്ങനെ അർജുനൻ തൻ്റെ ആഗ്രഹം അറിയിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. അതിനു മുൻപ് ശ്ലോകം 2 ഒന്നുകൂടെ നോക്കാം. ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപി ചാവ്യയം. അർജുനൻ തൻ്റെ ആഗ്രഹം അറിയിക്കുന്നതാണ് മൂന്നാമത്തെ ശ്ലോകം. ശ്ലോകം 3. ഏവമേതത് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദൃഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. പരമേശ്വര, പുരുഷോത്തമ, ഭഗവാനെ, ത്വം ആത്മാനം യഥാ ആത്ഥ, അങ്ങ് ആത്മാവിനെക്കുറിച്ച്, അല്ലെങ്കിൽ അങ്ങയെക്കുറിച്ച് തന്നെ
ഏതത് ഏവ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് എന്ന്. തേ ഐശ്വരം രൂപം അങ്ങയുടെ ഐശ്വര്യ രൂപത്തെ ദൃഷ്ടും ഇച്ഛാമി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് അർജുനൻ. ഹേ പുരുഷോത്തമ, അങ്ങ് ആത്മാവിനെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങയെക്കുറിച്ച് തന്നെ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒപ്പം അങ്ങയുടെ ഐശ്വര്യമായ രൂപത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ആ കേട്ടറിഞ്ഞ അറിവിനെ മുഴുവൻ ഒന്ന് കാണാൻ അർജുനന് അദമ്യമായ ആഗ്രഹമുള്ളിലുണ്ടാവുകയാണ്. അതുകൊണ്ട് അവിടുത്തെ ജ്ഞാന ഐശ്വര്യ ശക്തി ബല വീര്യ തേജോമയമായ ആ രൂപത്തെ ഒന്ന് നേരിൽ കാണാൻ ഈ ഉള്ളവൻ ആഗ്രഹമുണ്ട് എന്ന് അർജുനൻ കൃഷ്ണനോട് തുറന്നു പറയുകയാണ്. ഞാൻ അതിനെ അതിയായി ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. തൻ്റെ ആഗ്രഹം കുറച്ച് കടന്നുപോയോ എന്നായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനന് അതൊന്നും കൂടെ വളരെ താഴ്മയോടെ പറയുകയാണ് 4-ാമത്തെ ശ്ലോകത്തിൽ. അതിനു മുമ്പ് 3-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഏവമേതദ്യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദൃഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ശ്ലോകം 4. മന്യസേ യദി തച്ഛൈക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. പ്രഭോ, തദ്ദൃഷ്ടും ഭഗവാനെ, ആ രൂപം കാണാൻ മയാ ശക്യം ഇതി ഈ ഉള്ളവൻ യോഗ്യനാണെന്ന് മന്യസേ യതി അങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ യോഗേശ്വര, ഹേ യോഗേശ്വര, തഥാ ത്വം ഇനി അങ്ങ് അവ്യയം ആത്മാനം അവ്യയമായ ആത്മസ്വരൂപത്തെ മേ ദർശയ എനിക്ക് കാട്ടിത്തന്നാലും. പ്രഭോ, അലയോ കൃഷ്ണ, ആ രൂപം കാണാൻ ഈ ഉള്ളവൻ യോഗ്യനാണ് എന്ന് അങ്ങയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഹേ യോഗേശ്വര, അങ്ങയുടെ ആ ദിവ്യമായ ആത്മസ്വരൂപത്തെ എനിക്ക് കാണിച്ചു തരൂ എന്ന് പറയാണ് കൃഷ്ണൻ. ഇത് പലപ്പോഴും നമ്മളും ചെയ്യാറുള്ളതാണ്. നമ്മളെക്കാൾ വലിയവരോടോ ഇല്ലെങ്കിൽ ബഹുമാനം കൂടുതലുള്ളവരോടൊക്കെ നമ്മളും ചിലതൊക്കെ ചോദിച്ചു കഴിയുമ്പോഴാണ് കുറച്ച് കടന്നു പോയോ എന്നൊരു ചിന്തയിൽ അത് നമ്മൾ ഒന്നും കൂടെ എളിമയോടെ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ നോക്കാറില്ലേ? അതുപോലെയാണ് അർജുനൻ ചോദിക്കുന്നത്. ഈ ഉള്ളവന് യോഗ്യതയുണ്ട് എന്ന് അങ്ങയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കരുതുന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ എന്ന് വളരെ എളിമയോട് കൂടിയിട്ട് അർജുനൻ പറയുകയാണ്. ആത്മാർത്ഥതയുള്ളൊരു ശിഷ്യൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് ഒരു ഉത്തമനായ ഗുരുവിൻ്റെ ചുമതലയാണ് എന്ന് വ്യക്തമാക്കുന്നത് പോലെയാണ് കൃഷ്ണൻ അതിന് മറുപടി പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ. അതിനു മുൻപ് 4-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. മന്യസേ യദി തച്ഛൈക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. ഇനി ഇതിനുള്ള ഭഗവാന്റെ മറുപടിയാണ് 5-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥ രൂപാണി ശതശോത്ഥസഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, പാർത്ഥ നാനാവിധാനി, അർജുന നാനാവിധത്തിലും, നാനാവർണ ആകൃതീനി ച നാനാവർണ്ണങ്ങളിലും ആകൃതികളിലുമായി, മേ ശതശ അധസഹസ്രശ എൻ്റെ 100 കണക്കിനും 1000 കണക്കിനുമുള്ള ദിവ്യാനി രൂപാണി പശ്യ ദിവ്യമായ രൂപങ്ങളെ കണ്ടുകൊള്ളൂ എന്ന് ഭഗവാൻ പറയാണ്. അർജുന, നാനാവിധത്തിലും അനേക വർണ്ണങ്ങളിലും ആകൃതികളിലുമുള്ള എൻ്റെ 100 കണക്കിനും 1000 കണക്കിനുമുള്ള ആ ദിവ്യരൂപങ്ങളെ നീ കണ്ടുകൊള്ളൂ എന്ന്. ഒരു ചെറിയ ഒരു ഉദാഹരണത്തിൽ കൂടെ ഒന്നും കൂടി അത് വ്യക്തമാക്കാം. ഒരു വലിയ കരിങ്കൽ മല, അവിടെ ഒരു ക്വാറി തുടങ്ങാൻ പോവുകയാണ്. ആ ക്വാറി സ്റ്റാർട്ട് ചെയ്ത് ആ മലയെല്ലാം ഇടിച്ച് നിരത്തി. അത് കഴിഞ്ഞപ്പോൾ അത് കല്ല്, മണ്ണ്, പൊടി, വലിയ പാറക്കഷ്ണങ്ങൾ, അങ്ങനെ പല വിധത്തിലും പല രൂപത്തിലും പല പേരിലും ഉള്ളതായിട്ട് മാറി അല്ലേ? അത് ഒന്നിച്ചൊരു പാറയായിട്ട് അവിടെ നിന്നിരുന്നതാണ്. ഇപ്പോഴും അത് പാറ തന്നെയാണ് അല്ലേ? ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ദൂരദർശിനി കൂടെ നോക്കുമ്പോൾ ദൂരെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ദൂരദർശനിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തും അല്ലേ? ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തും. എന്നതുപോലെ അർജുനൻ്റെ ഉള്ളിലും ചില ക്രമീകരണങ്ങൾ വരുത്തുകയാണ് ആര്? അതിന് സഹായിക്കുകയാണ് ആര്? കൃഷ്ണൻ. അല്ലാതെ ഭഗവാന്റെ രൂപത്തെ വിശ്വരൂപമാക്കി മാറ്റുകയല്ല ചെയ്തതെന്ന് അർത്ഥം. ആ വിശ്വരൂപം കാണാൻ പാകത്തിന് അർജുനനെ പാകപ്പെടുത്തി എന്നതാണ് സാരം. എന്നിട്ട് പറയുകയാണ്, പശ്യ, നീ കണ്ടോളൂ എന്ന്. എന്തൊക്കെയാണ് കണ്ടത്? അത് അടുത്ത ശ്ലോകത്തിൽ കാണാം. അതിനു മുൻപ്
അഞ്ചാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശ്രീ ഭഗവാനുവാച പശ്യമേ പാർത്ഥരൂപാണി ശതശോദ്ധസഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ശ്ലോകം 6. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ആദിത്യാൻ വസൂൻ ആദിത്യന്മാരെയും വസുക്കളെയും, രുദ്രാൻ അശ്വിനൗ രുദ്രന്മാരെയും അശ്വിനീദേവന്മാരെയും, മരുത പശ്യ മരുത്തുക്കളെയും കണ്ടാലും, തഥാ അദൃഷ്ടപൂർവാണി അതേപോലെ മുമ്പ് നീ കണ്ടിട്ടില്ലാത്ത, ബഹൂനി ആശ്ചര്യാണി പല ആശ്ചര്യങ്ങളെയും, ഭാരത പശ്യ ഹേ അർജുന നീ കണ്ടുകൊള്ളൂ എന്ന്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞില്ലായിരുന്നോ, ആ ആദിത്യന്മാരെയും വസുക്കളെയും രുദ്രന്മാരെയും അശ്വിനീദേവന്മാരെയും മരുത്തുക്കളെയും ഇതെല്ലാം കണ്ടോളാൻ പറയുകയാണ്. ഇനി അതല്ല, നീ മുമ്പ് കണ്ടിട്ടില്ലാത്ത പല അത്ഭുതങ്ങളും കണ്ടോളൂ അർജുന എന്ന് പറയുകയാണ്. ആ വിശ്വരൂപത്തിൽ കാണാൻ പോകുന്ന കാഴ്ചകൾ മുൻകൂട്ടി സൂചിപ്പിച്ച് കൃഷ്ണൻ അർജുനൻ്റെ ആകാംക്ഷ വളർത്തുകയാണ് അവിടെ. 6ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ശ്ലോകം 7. ഇഹേകസ്ഥം ജഗൽകൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ചാന്യദൃഷ്ടുമിച്ഛസി. ഗുഡാകേശ ഹേ അർജുന, ചരാചരം കൃത്സ്നം ജഗത് ചരാചരാത്മകമായ മുഴുവൻ ജഗത്തും, അന്യത് യത് ഇനി അതല്ല മറ്റു വല്ലതും, ദൃഷ്ടും ഇച്ഛസി തത് ച കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊതിക്കുന്നുണ്ടെങ്കിൽ അതും എല്ലാം, മമ ദേഹേ ഇഹ അദ്യ എൻ്റെ ഈ ദേഹത്തിൽ ഇപ്പോൾ ഏകസ്ഥം ഒന്നിച്ച് സ്ഥിതി ചെയ്യുന്നതായിട്ട് പശ്യ നീ കണ്ടോളൂ എന്ന്. ഹേ അർജുന, ചരവും അചരവുമായി ഈ ലോകത്ത് എന്തെല്ലാമുണ്ടോ അതെല്ലാം, ഇനി അതെല്ലാം മറ്റു വല്ലതും നീ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഇപ്പോൾ എൻ്റെ ദേഹത്ത് നീ കണ്ടുകൊള്ളൂ എന്ന് കൃഷ്ണൻ ആരോട് പറയാണ്? അർജുനനോട്. ഇതെല്ലാം മുന്നേ കൂട്ടി പറഞ്ഞ അർജുനൻ്റെ ജിജ്ഞാസ വളർത്തുകയാണ് കൃഷ്ണൻ. എന്തിനു വേണ്ടിയിട്ടാ? ആ ദിവ്യരൂപത്തിൽ അർജുനൻ്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഥാവരജംഗമങ്ങളായ എല്ലാ വസ്തുക്കളും സർവ്വജീവരാശികളും അടങ്ങുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ആ പരമാത്മ ചൈതന്യത്തിൽ ഒതുങ്ങുന്നു എന്ന് സാരം. ഇനി അതല്ല, യച്ചാന്യ അദൃഷ്ടുമിച്ഛസി മറ്റു വല്ലതും കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി അതും കണ്ടോളൂ എന്ന് പറയാണ്. അടുത്തൊരു ശ്ലോകം കൂടെ നോക്കാം. അതിനു മുൻപ് ആ 7ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഇഹേകസ്ഥം ജഗൽകൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ചാന്യദൃഷ്ടുമിച്ഛസി. ശ്ലോകം 8. നതു മാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. തു അനേന ചക്ഷുഷായേവ എന്നാൽ നിന്റെ ഈ ബാഹ്യമായ കണ്ണുകൊണ്ട് മാം ദൃഷ്ടും ന ശക്യസേ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല എന്ന്. തേ ദിവ്യം ചക്ഷു ദദാമി അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യമായ ചക്ഷുഷ് തരാം. മേ യോഗം മേ ഐശ്വരം യോഗം പശ്യ എൻ്റെ ഐശ്വരമായ യോഗം കണ്ടാലും എന്ന്. അല്ലയോ അർജുന, നിന്റെ ഈ ബാഹ്യചക്ഷുസ് കൊണ്ട്, അതായത് സാധാരണ കണ്ണുകൊണ്ട് നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ദിവ്യമായ ചക്ഷുസ്സുകൾ കണ്ണുകൾ ഞാൻ നിനക്ക് തരാം. എൻ്റെ ദിവ്യമായ രൂപങ്ങളെ നീ കണ്ടോളൂ എന്ന് പറയാണ്. ഒരു കവിത നമുക്ക് നോക്കി വായിക്കണമെങ്കിൽ അക്ഷരം അറിഞ്ഞാൽ മതി. അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ അത് ചേർത്ത് നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷേ അതിലെ കാവ്യഭംഗി ആസ്വദിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണമെങ്കിലോ അതിന് പ്രത്യേക പ്രാവീണ്യം വേണം, വേണ്ടേ? അതേപോലെ ഈ രൂപം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് ദിവ്യചക്ഷുസ്, അകക്കണ്ണ്, ജ്ഞാനക്കണ്ണ്, യോഗശക്തി ഇത് തരാം എന്നാണ് പറയുന്നത്. ആര്? ഭഗവാൻ അർജുനനോട്. ആ ശ്ലോകം നമുക്കൊന്നുകൂടെ നോക്കാം.
നതുമാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് യുദ്ധക്കളത്തിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് അടുത്ത 9-ാമത്തെ ശ്ലോകം. അത് അടുത്ത ഭാഗത്ത് നോക്കാം. ഇന്നിവിടെ നിർത്തുന്നു. നമസ്കാരം.